ഹായ് ഫ്രണ്ട്സ്, ഓസൻ ടിപ്സ് ആൻഡ് ടെക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മറ്റൊരു അടിപൊളി കിടിലൻ ട്രിക്കുമായിട്ടാണ്. വേറൊന്നുമല്ല, നമ്മളെല്ലാവരും എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. പലരുടെയും എഡിറ്റിംഗ് സ്കിൽസ് പലതരത്തിലായിരിക്കും. ചിലർക്കത് ഫോട്ടോഗ്രാഫിയിലായിരിക്കാം, ചിലർക്കത് വീഡിയോ എഡിറ്റിങ്ങിലായിരിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളെല്ലാവരും കൈൻ മാസ്റ്ററൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. കൈൻ മാസ്റ്ററിൽ എഡിറ്റ് ചെയ്യാൻ സാധാരണ ഒരുവിധം എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനേക്കാളും വളരെ സിമ്പിളായിട്ട് നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടനെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അതിനൊരു ആപ്ലിക്കേഷൻ വേണം. ആപ്ലിക്കേഷൻ്റെ പേര് വിത എന്നാണ്. പ്ലേ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ കിടക്കും. അതിൽ ആ നടുക്കുള്ള ആ പ്ലസ് ബട്ടൺ കൊടുക്കുമ്പോൾ നമുക്ക് ഏത് വീഡിയോസാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസിൻ്റെ ഓപ്ഷൻസ് വരും. ഞാൻ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. ഇതിൽ ഏത് സെലക്ട് ചെയ്യാം? ഒരു വീഡിയോ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ സെലക്ട് ചെയ്യാം. വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ലോഡായി വരും. വീഡിയോ ലോഡായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാം എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻസ് ഒത്തിരി നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ മുകളിൽ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ പ്ലേ ആകുന്നത് കാണാം. തൊട്ട് താഴെ നമുക്കത് എഡിറ്റ് ചെയ്യേണ്ട, കട്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് കൊടുത്തിട്ട് തൊട്ട് താഴെ തന്നെ നമുക്ക് ട്രിം ചെയ്യാം. നമുക്ക് എവിടം തൊട്ട് എവിടം വരെ വേണമെന്ന് ട്രിം ചെയ്യാം. നമ്മുടെ ആവശ്യാനുസരിച്ച് വേണം അത് നീളം കുറയ്ക്കുവാനുള്ള ഓപ്ഷനുണ്ട്. തൊട്ട് അടുത്തായിട്ട് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ എഫക്ട്സ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. എഫക്ട്സ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്. ഒത്തിരി എഫക്ട്സ് തന്നെ കൊടുത്തിട്ട് റെക്കോർഡിങ്ങിൻ്റെ എഫക്ട്സ് ഉണ്ട്, സൂം ഉണ്ട്, ബ്ലർ ഉണ്ട്, ഫേസ് ഇൻ ഉണ്ട്, ഫേസ് ഔട്ട് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് എഫക്ട്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് കാണാൻ കഴിയും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാം. നമുക്ക് ആ എഫക്ട്സ് എല്ലാം ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് തരും. നിങ്ങളുടെ നെറ്റ് ഉള്ള അനുസരിച്ച് നമ്മൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനത് കുറച്ചേ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ. സിമ്പിളായിട്ട് ഫ്രീ ആണ്, ഇതെല്ലാം ഫ്രീ ആണ്. നമ്മൾ സാധാരണ ആപ്ലിക്കേഷൻസിന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കൈൻ മാസ്റ്ററിലൊക്കെ വരുമ്പോൾ വാട്ടർ മാർക്കൊക്കെ വരും. അതിൻ്റെ ക്രാക്ക് വെർഷൻസിൽ അല്ലെങ്കിൽ പ്രീമിയം വെർഷൻസിൽ വാട്ടർ മാർക്ക് ഇല്ലാതെ വരത്തുള്ളൂ. ഇതിൽ നമുക്ക് വാട്ടർ മാർക്കൊന്നും വരുന്നില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രെയിംസ് ഇതാ കാണാം. അതുപോലെ റെട്രോ കാണാം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ ഓപ്ഷൻസ് ഇതിൽ ചെയ്യാൻ കഴിയുന്നത് നമുക്ക് കാണാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വളരെ ഫാസ്റ്റാണ് ഈ ആപ്ലിക്കേഷൻ. ഓരോ മോഷനിലോട്ട് നമുക്ക് നമ്മുടെ വീഡിയോ കൺവേർട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് പറയാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് കാർട്ടൂൺ എഫക്റ്റ്. നമ്മുടെ വീഡിയോ നമ്മൾ എടുത്തിരിക്കുന്ന ആ വീഡിയോനെ നമുക്ക് കാർട്ടൂണാക്കി മാറ്റാം. വളരെ സിമ്പിളായിട്ട് തന്നെ അത് മാറ്റാം. നമുക്ക് ഏതൊരു പോർഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അത് കാർട്ടൂൺ എഫക്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാം. വീഡിയോയിൽ അത് കാർട്ടൂൺ എഫക്റ്റായിട്ട് ചേഞ്ച് ആയിരിക്കുകയാണ്. ആ ഒരു ഭാഗം മാത്രം കാർട്ടൂണായിട്ട് ചേഞ്ച് ആയിരിക്കും നമുക്ക് കാണാം. വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയും. വേറെ ഒരു ആപ്ലിക്കേഷനിൽ ഇത്തരത്തിലുള്ള ഫ്യൂച്ചേഴ്സ് അവൈലബിൾ അല്ല. ഒത്തിരി മാത്രം ഓപ്ഷൻസ് ഇതിൽ നമുക്ക് തരുന്നുണ്ട്. അതും വെറും ഫ്രീ ആയിട്ടാണ് തരുന്നത്. നമ്മൾ മറ്റുള്ള ആപ്ലിക്കേഷൻസിൽ പോവുകയാണെങ്കിൽ പ്രീമിയം വെർഷൻസ് ആയിരിക്കും, പ്രീമിയം കൊടുക്കേണ്ടി വരും. എന്നാൽ ഇതെല്ലാം വെറും സൗജന്യമായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിൽ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. ടൺ കണക്കിന് സ്റ്റിക്കേഴ്സാണ് ഇതിലുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് സ്റ്റിക്കേഴ്സ് അതിൽ ലോഡാകുന്നതായിരിക്കും. ഒത്തിരി ഓപ്ഷൻസ്. അതുപോലെ നമുക്ക് സ്റ്റിക്കർ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം. ഒത്തിരി സ്റ്റിക്കേഴ്സ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ ടെക്സ്റ്റ് ആയിരുന്നാലും നമുക്കത് ആഡ് ചെയ്യാം.
ഇതിൻ്റെ ഫിൽറ്റർ ഓപ്ഷനാണ് ഏറ്റവും നന്നായിട്ട് പറയേണ്ടത്. ഒത്തിരി ഓപ്ഷൻസ് നമ്മുടെ വീഡിയോ ഫിൽറ്ററിങ് നടത്താണ്ട് ഒത്തിരി ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ ഏത് ആപ്ലിക്കേഷൻ എടുത്താലും പ്രീമിയം ചോദിക്കും, പക്ഷേ ഇതിൽ വരുമ്പോൾ വളരെ നന്നായിട്ട് തന്നെ ഫിൽറ്ററിങ് നടത്താം. പിന്നെ നമ്മുടെ വീഡിയോയുടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്, അതുപോലെ വീഡിയോയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. അതുപോലെ വീഡിയോയുടെ റീസൈസ് നമുക്ക് സൂമിങ് സൈസ് വേണമെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് വീഡിയോ ഏത് ആംഗിളിൽ വേണോ റൊട്ടേറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണിച്ചു തരാം. നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഉപയോഗപ്പെടുന്ന കുറച്ച് ടിപ്സ് കൂടെ കാണിച്ചു തരാം. ഇതിൻ്റെ എഫക്ട്സിൽ തന്നെ ഞാൻ കാണിച്ചു തരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ മുകളിൽ തന്നെ സ്ക്രോൾ ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് വരും. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം, പാർട്ടിക്കിൾസ് വരുന്നുണ്ട് വളരെ ഭംഗിയായിട്ട്. നമുക്ക് വാട്സപ്പ് സ്റ്റേറ്റസ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു സംഭവമാണ് പാർട്ടിക്കിൾസിൻ്റെ ആവശ്യം. അത് പാർട്ടിക്കിൾസ് ഏറ്റവും സ്യൂട്ടബിളായിട്ട് ചേരുന്ന വാട്സപ്പ് സ്റ്റാറ്റസിനാണ്. നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ പാർട്ടിക്കിൾസ് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും വീഡിയോയ്ക്ക്. നമുക്ക് പാർട്ടിക്കിൾസ് മാത്രമല്ല, ഇതിലും വേറെയും ഒത്തിരി പാർട്ടിക്കിൾസ് തന്നെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വേറെയും ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് തൊട്ടടുത്തതിൽ ഹാർട്ടിൻ്റെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ലവ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിൽ ഹാർട്ടിൻ്റെ ഒരു ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അത് ജസ്റ്റ് ഒന്ന് ലോഡായി നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് പോലെ ആയിരിക്കും, ജസ്റ്റ് ഒന്ന് ലോഡായാൽ മാത്രം മതി. ഒത്തിരി ഓപ്ഷൻസ് അതിൽ തരുന്നുണ്ട്. അതുപോലെ തൊട്ടടുത്ത് നാച്ചർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്കതിൽ ഇഷ്ടമുള്ള ബട്ടർഫ്ലൈ ആണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണാം വീഡിയോയിലൂടെ വളരെ ഭംഗിയായിട്ട് തന്നെ അത് ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഫണ്ണി ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തൊട്ടടുത്തായിട്ട് സ്പ്ലിറ്റിൻ്റെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ എത്ര വേണമോ എത്ര ഓപ്ഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എത്ര വൈറ്റ് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. വളരെ ഭംഗിയായിട്ട് അത് നമുക്ക് ചെയ്തെടുക്കാം. വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഹാർട്ട് ആഡ് ചെയ്ത് കാണിച്ചില്ലായിരുന്നു, ഇപ്പോൾ അത് ജസ്റ്റ് ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഹാർട്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം വീഡിയോ വളരെ ഭംഗിയായിട്ടത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കത് എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. നമ്മളത് സേവ് ചെയ്ത് ബാക്ക് ഇറങ്ങുമ്പോൾ എക്സ്പോർട്ട് മുകളിലായി ഒരു നീല കളറിൽ ചോദിക്കും. അത് ജസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫയൽ എക്സ്പോർട്ട് ആവുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഈ അറിവ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.